നമ്മളിന്ന് തമിഴ്നാട്ടിലെ വലിയൊരു ഗ്രാമീണ ചന്ത കാണാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ ട്രിച്ചിയിലെ പൊന്മലൈ ചന്തയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ ഇതിനോടകം കുറച്ച് ചന്തകളുടെയൊക്കെ വീഡിയോ ചെയ്തല്ലോ. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, അതായത് ഒരു ദിവസത്തേക്ക് മാത്രം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന അവശ്യ സാധനങ്ങൾ, ഏറ്റവും ഇസഡ് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ഒരു പടുകൂറ്റൻ ചന്തയാണേ. അപ്പം ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് ട്രിച്ചി സെൻറ്ററിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറി പൊന്മലൈ എന്ന സ്ഥലത്താണ് കേട്ടോ. അതുകൊണ്ടാണ് പൊന്മലൈ ചന്ത എന്നറിയപ്പെടുന്നത്. തമിഴിൽ പൊന്മലൈ സന്ത എന്നാണ് പറയുന്നത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചന്തയിൽ ആളുകളൊക്കെ സാധനം വാങ്ങാനായിട്ട് വന്നു തുടങ്ങും കേട്ടോ. അതിന് മുന്നേ ഈ ചന്ത, രാവിലെ തന്നെ ഈ ചന്ത ഓരോ കടകളൊക്കെ ഇങ്ങനെ ടാർപോളിയും വെച്ച് കെട്ടി ഉണ്ടാക്കി തുടങ്ങുമേ. അതങ്ങനെ രാത്രി ഒരുപാട് ടൈം വരെയുണ്ട്, നിശ്ചയ ടൈമില്ല, രാത്രി വരെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെയാണ് ചന്തയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ പൊന്മല എന്ന് പറയുന്നത് നഗരമധ്യത്തിൽ നിന്നും കുറച്ച് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഉൾപ്രദേശമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൊന്മലൈ പട്ടി എന്ന ഗ്രാമത്തിൽ വന്നിട്ട് പൊന്മലയിലെ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നല്ലോ. ആ റെയിൽവേ വർക്ക്ഷോപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ അതിനോട് ചേർന്നാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം 9 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതാണ് ഈ ചന്തയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിലാണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ചന്തയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിച്ചി സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ റോക്ക് ഫോർട്ടിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചത്തിരം ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ബസ് അവൈലബിൾ ആണ്. ഈ ചന്തയിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഇവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള ആളുകളാണ്. അവർ പുറത്തുനിന്നുള്ള വലിയ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിയാണ് ഈ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്ന വഴിക്ക് ഉണ്ടായിരുന്നു, ബസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു മാർക്കറ്റിൽ നിന്ന് പച്ചക്കറികളൊക്കെ വാങ്ങി ഈ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കാനായിട്ടാണ് ചാക്ക് കെട്ടുകളായിട്ട് ബസ്സിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, ഇത്രയും വലിയൊരു ഗ്രാമീണ ചന്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു ചന്ത, ഏകദേശം ഇതിനോട് സമാനമായിട്ടുള്ളൊരു ചന്ത കമ്പത്ത് പോയി ചെയ്തായിരുന്നല്ലോ, കമ്പത്തെ ആഴ്ച ചന്ത. പക്ഷെ അതായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലുതാണ് ഈ ഒരു ചന്ത. ഇതൊക്കെ മൊത്തം ഈ ടാർപോളിനൊക്കെ വലിച്ചു കെട്ടി ഇങ്ങനെയുള്ള ഓല മേഞ്ഞ ചെറിയ ഷെഡുകളിലൊക്കെ ആയിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊന്നും മാത്രമല്ല, ആ ഒരു കമ്പത്തെ ചന്തയിൽ പ്രധാനമായിട്ടും എന്താ പറയുക, പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇവിടെ അതൊന്നുമല്ല, ഒരുപാട് ഐറ്റംസ് കാണാം. ഇത് എവിടെ നിന്നാണ് ഇത് കണ്ടു തുടങ്ങേണ്ടത്, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. ഓക്കെ, വലിയൊരു എന്താ പറയുക, ഒരു പറമ്പ്, ഒരു മൈതാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് കടകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ട് തിങ്ങി ആണ് സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി ആളുകൾ 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നല്ല തിരക്കാണ് ചന്തയിൽ. ഇതിങ്ങനെ അങ്ങ് തുടർന്ന് പോകട്ടോ, രാത്രി വരെ അങ്ങ് തുടർന്ന് പോകും ചന്ത. ഓരോരോ ഐറ്റംസ് വിൽക്കാനായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ. പച്ചക്കറി, ഇപ്പോൾ തക്കാളി വിൽക്കുന്ന കണ്ടില്ലേ, ഇങ്ങനത്തെ ഒത്തിരി കടകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ നോക്കി വിലയൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ആ കരിക്ക് വിൽക്കുന്ന കട നോക്കി, ഇത് കണ്ടോ, കുറച്ച് ഓലക്കീറുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പിലേക്ക് വന്ന അതേ ഒരു പ്രതീതിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഗ്രാമീണരെല്ലാം ഒത്തുകൂടുന്ന, ആഴ്ചയിൽ ഒരു ദിവസം ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണേ. ഇതുണ്ട്, ഇത്തരത്തിലുള്ള ഓല മേഞ്ഞ അതൊക്കെ ചെറിയ ചായക്കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് വിലയൊക്കെ ചോദിച്ചു നോക്കാവേ, എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് ചുറ്റിക്കറങ്ങി നോക്കട്ടെ ആദ്യം. ഇതുണ്ട്, ഇവിടെ തക്കാളിയും നല്ല ഫ്രഷായിട്ടുള്ള ഉരുളക്കിഴങ്ങും സവോളയും കാര്യങ്ങളൊക്കെയാണ്, ചെറിയ ഉള്ളിയൊക്കെയാണ് വിൽക്കുന്നത്. ഇതൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ടാർപോളി മാത്രമാണ് ഇവർ വലിച്ചു കെട്ടുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ വരും ആ കടകളൊക്കെ റെഡിയാക്കാനായിട്ട്. സ്ഥിരമായിട്ടുള്ള കുറച്ച് ഓലമഞ്ഞ കടകളും അതുപോലെ ടാർപോളി വലിച്ചു കെട്ടി അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നത്. ഈ ചന്തയ്ക്ക് ഏകദേശം 100 വർഷത്തിനടുത്ത് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത സൗത്തേൺ റെയിൽവേയുടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടില്ലായിരുന്നോ. ആ വർക്ക്ഷോപ്പ് ഇവിടെ ആരംഭിക്കുന്നത് 1926 അപ്പം 1926 തന്നെയാണ് ഈ ചന്ത ഇവിടെ ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. വർക്ക്ഷോപ്പിൽ ഒരുപാട് എംപ്ലോയീസൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ആരംഭിച്ചൊരു ചന്തയായിരുന്നു. ഇവിടെ ഏകദേശം 500ഓളം കടകളുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ കാണും കേട്ടോ. എൻ്റെ നോക്കാനൊന്നും പറ്റുമൊന്നുമില്ല. എന്തായാലും ഇതിൻ്റെ ഒരു വലിപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഒരുപാട് പരിമിതികളുണ്ട് അതിന്. എന്തായാലും മലയാളികളൊക്കെ സാധനം വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, മലയാളികളൊക്കെ ആ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവർ ആഴ്ചയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്നൊരു ചന്ത കൂടിയാണിത്. അത് കണ്ടോ, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണേ. അതിൻ്റെ മേലെ കയറിയിട്ട് താഴേക്ക് ഊർന്നു വരാം. ഇതിങ്ങനെ മൊത്തം എയർ അടിച്ച് നിറച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ പൈസ കൊടുത്ത് ഉപയോഗിക്കുന്നതാണ്. 50 രൂപയാണ് ഒരാൾക്ക്. പിള്ളേർക്ക് മാത്രമാണ് പറ്റുള്ളൂ, വലിയവർക്ക് പറ്റുമെന്ന് അറിയില്ല. അതെല്ലാം പിള്ളേർക്ക് മാത്രമാണ് കേട്ടോ, മുതിർന്നവർക്ക് ആർക്കും അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഇവിടെ ചെറിയ ആട്ട് തൊട്ടിലുകൾ, ഇത് കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും ഒരു ഉത്സവപ്പറമ്പിൻ്റെ ഒരു പ്രതീതിയാണ് ഈ ഒരു ചന്തയ്ക്ക്. ഇങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. എന്തായാലും പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ.
ചന്തയിൽ നിന്ന് സാധനങ്ങളും വാങ്ങാം, ഇങ്ങനെയുള്ള കളികളും കളിക്കാം. അടുക്കള സാധനങ്ങൾ വിൽക്കുന്നൊരു കടയാണ്. അലുമിനിയം പാത്രങ്ങൾ, സ്പൂണുകൾ, തവികൾ, ഇടിക്കല്ല്, ചപ്പാത്തി വരുന്ന പലക, തൈര് കടയാണത്. അതുപോലെ പലതരത്തിലുള്ള കത്തികൾ, വാക്കത്തികൾ, ചെറിയ ഇത്തരത്തിലുള്ള പാത്രങ്ങൾ, ഈ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചിരവ, ചെറിയ കൈക്കോട്ടുകൾ, തേങ്ങ പൊതിക്കുന്ന പാര, ഉണ്ണിയപ്പച്ചട്ടി, അതുപോലെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടികൾ, പുല്ല് മാന്തുന്ന സംഭവം, അടുപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ലേഡീസ് ഐറ്റംസ് വിൽക്കുന്ന ഒരു കടയാണിത്. ചെറിയൊരു ഉന്തുവണ്ടിക്കട. വള, മാല, കമ്മൽ, അങ്ങനെയുള്ള ഐറ്റംസ്. കുപ്പിവളകളാണ്. കുപ്പിവളകൾ 30 രൂപ മുതലാണ് അതിൻ്റെ വിലയൊക്കെ ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാം വില കുറവാണെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ധാരാളം വളകളൊക്കെ ആണ് കേട്ടോ. ഫാൻസി വളകൾ, ബ്രേസ്ലെറ്റുകൾ, അതുപോലെ കമ്മൽ, പൊട്ട്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ തമിഴ്നാട്ടിൽ ഇവിടെ ഉള്ളവർക്ക് എന്ത് സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ഈ ചന്തയിലേക്ക് വന്നാൽ മതിയേ. അണ്ണാ വില എല്ലാം കമ്മിയാണ്, എല്ലാം കമ്മിയാണ്. കുപ്പിവള ഡസനാണ്. ആ, മത്സ്യമാംസങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട നമുക്കിവിടെ കാണാം. ഇറച്ചി, ആട്ടിറച്ചി, ആടുണ്ട്, കോഴിയുണ്ട്, ഒക്കെ ലൈവായിട്ട് വെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. കൊഞ്ചുണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെമ്പല്ലി, കടൽ മത്സ്യങ്ങളാണ്. നമ്മുടെ ചാളയുണ്ട്, കിളിമീനുണ്ട്. ചാള എന്നാ വില? 120. ചെറിയ ചാളയാണ് കേട്ടോ. കിളിയോ 200. ആ, നമ്മുടെ നാട്ടിലെ വിലയൊക്കെയാണ് കേട്ടോ, ഇനി വ്യത്യാസമൊന്നുമില്ല. ചന്ത എന്നാൽ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ടേ. എന്നാ തിരക്കാന്ന് നോക്കി. ഓ, ഇതെന്നാ മീനാ ഇത്? നല്ല സുന്ദരൻ മീൻ, വെള്ളക്കടലുള്ള. അപ്പം ഇതെന്നാ മീനത്? ഇതെന്നാ മീൻ? കണ്ണാടിപ്പാറ. കിലോ എന്നാ വില? 300 രൂപ. ഇത് എത്ര കിലോ ഇറക്കുക ഒരു മീൻ? ഒരു മീൻ എത്ര കിലോ ഇറക്കുക? ഒരു മീൻ 2 കിലോ. ഓ, എൻ്റെ അമ്മ, ഇവിടെ മൊത്തം പച്ചമീനാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ഒരു കടയൊന്നും അല്ല, ഇവിടെ ഇഷ്ടം പോലെ കടകൾ പച്ചമീൻ വിൽക്കാനായിട്ട്. ഇതുണ്ടോ, ഞണ്ട്, എല്ലാ മീനുകളുണ്ട് കേട്ടോ, എല്ലാ മീനുകളും ഉണ്ട്. ഫ്രഷാന്ന് തോന്നുന്നത് കണ്ടിട്ട്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. എന്നാലും എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ മീൻ ഇറച്ചിയും വാങ്ങിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇതെന്നതാ അല്ലേ? അവിടെ ഇവിടെ ഇരുന്ന് ഒത്തിരി പേരിങ്ങനെ മീൻ ലൈവായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തെരണ്ടി അല്ലേ ഇത്? തെരണ്ടി മീൻ 400. തെരണ്ടി. എന്തായാലും വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടോയെന്നാണ് ഞാനിങ്ങനെ നോക്കിക്കാൻ നടക്കുന്നത് കേട്ടോ. ഓ, ഇതെന്ത് മീനത്? ഇതെന്നാ വലിയ മീനാന്ന് നോക്കി. ഇതെന്നാ മീനത്? കരുകൊടുവ. കരിമീൻ. ഓ, ഇത് കരിമീനോ? ഇത് കരിമീനായിരിക്കില്ല കേട്ടോ. ഇത് കരിമീൻ്റെയൊക്കെ ഒരു 5 ഇരട്ടി വലിപ്പമുണ്ട്. ഇവിടുത്തെ കരിമീനായിരിക്കും. ആ, ഈ മീനുകളൊക്കെ പല പേരിലൊക്കെ അല്ലേ അറിയപ്പെടുന്നത്. ഇത് എങ്ങനെയാ കൊണ്ടുവരുന്നത്? നാഗപട്ടണം തീരപ്രദേശമാണല്ലോ. അവിടെ നിന്നായിരിക്കും മീനുകളെല്ലാം കൊണ്ടുവരുന്നത്. ഓ, ആളുകളെ തട്ടിയിട്ട് നടക്കാൻ മേല കേട്ടോ. ഇതൊക്കെ മൊത്തം ചെളിക്കുണ്ടാണേ. മഴയാണ്. തമിഴ്നാട്ടിലിപ്പോൾ മഴ സീസൺ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം മൊത്തം അഴുക്കായി കിടക്കുകയാണ്. മഴയും കൂടെ തന്നെ. പച്ചമീൻ മാത്രമല്ല കേട്ടോ, ഉണക്കമീൻ വിൽക്കുന്ന കടകളുമുണ്ട്. പൊടിച്ചെമ്മീൻ, തീരെ പൊടിയാണ് കേട്ടോ. ഇതെന്നാ വില? 100 ഗ്രാം 50 രൂപ. അത് പല വലുപ്പത്തിൽ. ഇതൊക്കെ നമ്മുടെ ഒഴുക നത്തോലി എന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള, അതായത് ഉപ്പിടാതെ ഉണങ്ങുന്നതാണ്. അതുപോലെ ഉപ്പ് മീനുകളുണ്ട്. ഇതൊക്കെ തെരണ്ടി, തുണ്ടൻ, പാമ്പാട, അങ്ങനെയുള്ള മീനുകളൊക്കെയാണ്. ആ, അതെ അല്ലേ? ആ, 100 ഗ്രാമിന് 70 രൂപ എന്ന് പറഞ്ഞാൽ 60 രൂപയ്ക്കാണെന്നുണ്ടെങ്കിലും തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു എന്താ പറയുക, മാംസമുള്ള ടൈപ്പ് മീൻ. ഇതെന്നാ മീനൊക്കെ? ഇത് പാൽച്ചൂര. ആ, നമ്മുടെ തെരണ്ടിയൊക്കെ പോലെ ഇരിക്കും കേട്ടോ. ഈ മീനുകളുടെ ഒരു നമുക്ക് ഇന്ന പേരെന്ന് പറയാൻ പറ്റില്ല, പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് 100 ഗ്രാം 60 രൂപ എന്ന് പറയുന്നതിന് 600 രൂപ, ഒരു കിലോയ്ക്ക് 600 രൂപ. ആട്ടുകാൽ കിഴങ്ങ് കഴിഞ്ഞ ട്രിച്ചി വീഡിയോയിലും പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ സംഭവം കാണിച്ചായിരുന്നല്ലോ. നമ്മുടെ നാട്ടിൽ ഈ പാറയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. ഇതൊരു എന്താ മരുന്നിന് ഉപയോഗിക്കുന്ന കേട്ടോ. 240 രൂപയാണ് ഒരു കിലോയ്ക്ക്. നാടൻ കോഴിയാണ്, നാടനല്ല അല്ലേ?
നാടനും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്കി കളറിൽ മുക്കിയ കോഴിക്കുഞ്ഞുങ്ങൾ. എന്നെ ഭംഗിയല്ലേ കാണാൻ. 4 എണ്ണം 50 രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. കൊള്ളാലോ, വില കുറവാണല്ലോ. ഈ കളർ അടിക്കുന്നത് എന്തിനാണ് ശരിക്കും? കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ അതോ ഈ പരുന്തൊക്കെ റാഞ്ചിക്ക് കൊണ്ട് പോയിരിക്കാൻ വേണ്ടിയാണോ? അതിൽ വെള്ള കുഞ്ഞുങ്ങളും ഉണ്ട്, കളർ മുക്കാത്തതും ഉണ്ട്. ഈ ചന്ത പെറ്റുകളൊക്കെ വിൽക്കാൻ പേര് കേട്ടൊരു ചന്തയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം പ്രാവുകൾ, പല ടൈപ്പിലുള്ള പല നിറത്തിലൊക്കെയുള്ള പ്രാവുകളുണ്ട്. ഒരു മൊയിലും കുഞ്ഞ് 700 രൂപ ജോഡി, 700 രൂപ. മൊത്തം പ്രാവുകളാണ് കേട്ടോ, പല ഇനങ്ങളിലുള്ള പ്രാവുകൾ. എന്നെ ഭംഗിയല്ലേ ഇതിനെ കാണാൻ. മയില് പീലി വിടർത്തി നിൽക്കുന്ന പോലെ ഉണ്ട്. നാടൻ കോഴികൾ. ഈ പോര് കോഴിയാണോ? അടിപൊളി, നല്ല സുന്ദരന്മാരായിട്ടുള്ള പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. അലങ്കാര മത്സ്യങ്ങൾ, ഫൈറ്റർ ഫിഷാണേ. ഇതിനൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണേ. അതുപോലെ ഈ കൂട്ടി കണ്ട കുഞ്ഞുങ്ങൾ നല്ല ഉറക്കമാണ് കിടന്ന്. ഇതെണ്ണ ഇത് ഇനം കോമ്പൈ. ഇത് ലാബല്ലേ? ലാബിൻ്റെ കുഞ്ഞാണ് കേട്ടോ. ലാബ് എന്നാ? ലാബ് കുട്ടി എന്നാ വില? 7500 6500. ഇവിടെ നല്ല സുന്ദരന്മാരായിട്ടുള്ള പക്ഷികൾ. ഇതിൻ്റെയൊക്കെ ഇനം എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ തത്തയുടെ വർഗ്ഗത്തിൽ പെടുന്നതല്ലേ. അതിൻ്റെ കളർ നോക്കി. ഇത് ലവ് ബേഴ്സ്. ഇതിൻ്റെ പേരെന്താണ്? ഫിഞ്ചസ്, അങ്ങനെ എന്തൊക്കെ പേരില്ലേ? എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞേരെ. ഈ പെറ്റ്സിനെയൊക്കെ വളർത്താൻ ഭയങ്കര ക്രൈസ് ആയിട്ടുള്ളവരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട്. ലവ് ബേഴ്സ് എന്നാ വില? 400 രൂപ. 4 എണ്ണം 400. കൂട് ഉൾപ്പെടെ കൊടുക്കും കേട്ടോ. ഇതിൻ്റെ പേരെന്താ? ഇത് കോക്ടെയിൽ. ഇതെന്നാ വില? 200 രൂപ. എന്താ കൂട് ഉൾപ്പെടെ? ഇത് മൊത്തം 200 രൂപ. ആ ഉണ്ടോ വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന പട്ടിക്കുഞ്ഞുങ്ങൾ. ഇതെന്നാ ഇത്? ഹസ്കി സെക്കൻഡ് ക്വാളിറ്റിയാ അല്ലേ? ഇതെന്നാ പ്രൈസ്? ഫീമെയില്. കിട്ടതൊക്കെ അല്ലേ മേടിച്ച് കൊണ്ടാകുന്നുണ്ട്. വലിയൊരു ജർമ്മൻ ഷെപ്പേർഡിനെ കൊണ്ടുവന്നേക്ക് നോക്കി. അവനവിടെ പൂട്ടിയിട്ടൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കഥ തീർക്കും. പിന്നെ വായിന്ന് പതയൊക്കെ വന്നെ ഉണ്ടോ? ഏജ് ആണോ? അതിൻ്റെ ഏജ് 1 year. 1 വയസ്സാട്ടോ. പക്ഷെ അതിൻ്റെ ഇത് കണ്ടില്ലേ? ഇതെന്നാ വില? 10,000. 10,000 കൊടുത്ത് ഇപ്പം അങ്ങ് മേടിച്ചുകൊണ്ട് പോയാലോ ബസ് കയറ്റി. അപ്പോൾ കലിപ്പുലുക്കും കേട്ടോ. അയ്യോ അടിപൊളി. ഞാൻ നോക്കി നടന്നൊരു ഐറ്റം ഉണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേർഷ്യൻ ക്യാറ്റ് ഗ്രേ കളറും ഉണ്ട്. ഇതിവിടെ ഒരു വെള്ള കളറിലുള്ള ഒരുത്തം നല്ല ഉറക്കമാണ് കിടന്നത്. വെള്ള കാണാൻ നല്ല ഭംഗി. ഇത് ഈ വെള്ളയ്ക്ക് 3000 രൂപ ഉള്ളൂ. ഇതിനാണ്, ഈ ബ്രീഡിനാണ് റേറ്റ് കൂടുതൽ. ഇതിന് 6500 രൂപ. നല്ല വ്യത്യാസമുണ്ടേ. കുറച്ചുകൂടെ രോമം കൂടുതലുണ്ട് ഇതിന്. താറാവ് കുഞ്ഞ്. ഇത് 4 എണ്ണം അല്ലേ? 4 എണ്ണം എത്രയാ? ഇതെത്രയാ? 400. 100 രൂപ വെച്ച്. ഒരെണ്ണം 100 രൂപ വെച്ച്. താഴെ നോക്കിയ പാത്തയല്ലേ? പാത്തത്താറാവ് എന്നൊക്കെ പറയുന്നേ. ഇത് ആ താറാവിൻ്റെ തലയിൽ നോക്കി, ഇങ്ങനെ മുടി വളർത്തി വെച്ചേക്കുന്ന പോലെ അല്ലേ? ഗിനിപ്പന്നിയാണേ. ഞാൻ ആദ്യം ഓർത്ത് മുയലാന്ന് ഓർത്തത്. ഗിനിപ്പന്നി. എനിക്ക് ഈ പെറ്റ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഏത് ഇനമാണെന്നൊന്നും നോക്കി പറയാനൊന്നും അറിയില്ല. ഇതെന്നാ വില? 1500 രൂപ. ജോഡിക്ക് 1500 രൂപ. ഗിനിക്കോഴി നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു തൂവലൊക്കെ കാണാൻ. ഇതിൻ്റെ അകത്തോടെ നടന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നമ്മൾ ഉത്സവപ്പറമ്പിൽ കൂടെ നടക്കണേ അതുപോലെ അതിലും അടിപൊളിയായിട്ട് നടക്കാം കേട്ടോ. അതിലും ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഇത് നമുക്ക് ഈ മസാലകൾ, ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, കടുക്, അങ്ങനെയുള്ള എല്ലാം പാക്കറ്റാക്കി വെച്ചേക്കാം കേട്ടോ. ജീരകം, ചെറിയ ജീരകമുണ്ട്, പെരുംജീരകം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ പാക്കറ്റുകളിലായിട്ടാണ് വിൽക്കുന്നത്. ഇവിടെ ഉണക്കമുളക് ഉണ്ടേ. ഉണക്കമുളകിൻ്റെ വിലയൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. കിലോ എത്രയാണെന്ന്. സാധാരണ തോന്നുന്നു, കാശ്മീരി മുളക് അല്ലാന്ന് തോന്നുന്നു.
അണ്ണാ ഇതെന്നാ കിലോ വില മുളക്? 240 രൂപ. അങ്ങനെ വലിയൊരു വിലക്കുറവെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായിട്ട് വലിയ വ്യത്യാസമില്ല എന്ന് തോന്നാം. മുളകിൻ്റെ വില കേട്ടില്ലേ, നമ്മുടെ നാട്ടിൽ ഏകദേശം ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, സാധനങ്ങളുടെ ഒരു അതിപ്രസരം, അതാണ് എടുത്തു പറയേണ്ടത്. പല ഗ്രേഡിലുള്ള വെളുത്തുള്ളികളാണ് കേട്ടോ. ഇങ്ങനെ അല്ലിയായിട്ടുള്ളതുണ്ട്, പൊളിക്കാത്തതുണ്ട്. അതിങ്ങനെ ക്വാളിറ്റി തിരിച്ചാണ് വെച്ചേക്കുന്നത്. ആണ് എൻ്റെ വെളുത്തുള്ളി പ്രൈസ് എങ്ങനെ സ്റ്റാർട്ടിങ്? 180. സ്റ്റാർട്ടിങ് 180. 80 രൂപ മുതൽ 180 വരെ ഉള്ളതുണ്ട് കിലോയ്ക്ക്. ഇതാണ് 80 രൂപയുടെ ചെറുത്. ആ വലിപ്പം അനുസരിച്ചാണ്, വലിപ്പം അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പ്രൈസ്. ഇവിടെ ഇങ്ങനെ അതിൻ്റെ പ്രൈസൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൈസ ഒക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാൻ എളുപ്പമുണ്ടേ. തക്കാളി വന്നിട്ട് കിലോ 60 രൂപയാണ്. 1 കിലോ 70 ആണ്, 60 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ചെറിയ ഉള്ളി ഉണ്ട്. ചിന്ന വെങ്കായം ചിന്ന വെങ്കായം എന്നാ റേറ്റ്? എല്ലാം 60. ആ എന്താ പെരിയ വെങ്കായം? 30. 2 കിലോ 50 രൂപ. ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കൊടുക്കും കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ല ഫ്രഷ് ആയിട്ടില്ല, ഒട്ടും ചെളിയില്ലാത്ത, പറ്റാത്ത നല്ല ക്ലീൻ ആക്കിയേക്കുന്ന ഉരുളക്കിഴങ്ങ്. ഇതെന്നെ വില ഉള്ള ഉരുളക്കിഴങ്ങ്? 60 രൂപ. എല്ലാം അതെ കേട്ടോ. ഈ കടയിലെല്ലാം 60, 70 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പച്ചക്കറി കടകളാണ്. പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ട്. 10 രൂപ. ഏതാ 10 രൂപ? പച്ചമുളക് 10 രൂപ. അതിങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊരു പ്ലേറ്റ് 10 രൂപ. ഓ, ചോള 20 രൂപ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ 30-40 ഒക്കെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ചോളമാണ്. എല്ലാം 20 രൂപ. എന്താ കുക്കുംബറോ? കുക്കുംബർ എന്നാ വില? 50 രൂപ. ഇവിടെ മുരിങ്ങയില, അതുപോലെ തന്നെ പല തരത്തിലുള്ള ചീരകൾ. ഇങ്ങനെ ചീര വയ്ക്കാനേ ഒരു അമ്മൂമ്മ രാവിലെ ബസ്സിൽ മുരിങ്ങയിലൊക്കെ ആയിട്ട് കയറിയാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ്. എല്ലാ തരത്തിലുള്ള ചീരകളുണ്ട്. ചുവന്ന ചീരയുണ്ട്, പിന്നെ പാലക്ക എന്നൊക്കെ പറയുന്ന. 1 കിലോ 70 രൂപ. ബ്രൊക്കോളി 1 കിലോ 70 രൂപ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി തീ പിടിച്ച വിലയ്ക്ക് വാങ്ങുന്ന സാധനമല്ലേ ഇത്. ഒരെണ്ണം 1 കിലോ ഇറക്കുക. ഇത് 1 കിലോ ഇറക്കുക. 1 കിലോ കൂടുതലുണ്ടത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം പച്ചക്കറികളാണ്. അതുപോലെ തന്നെ ഈ ചന്തയുടെ വെളിയിൽ അവിടെ കുറേ ആളുകൾ ഇരുന്ന് ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. തേങ്ങയുടെ വിലയെന്ന് ചോദിച്ചേക്കാം. നമുക്കൊരു ശീലമായി പോയല്ലോ തേങ്ങയുടെ വില ചോദിക്കുന്നത്. എന്നാ വില എണ്ണ തേങ്ങ? 40 രൂപ. തമിഴ്നാട്ടിൽ ഇപ്പോൾ എവിടെ ചോദിച്ചാലും ഈ റേറ്റൊക്കെയാണ് വരുന്നത്. 1 കിലോയിൽ എത്ര എണ്ണ ഇറക്കുക? 2 എണ്ണം. അപ്പോൾ 2 എണ്ണം 80 രൂപ. അലങ്കാര ചെടികൾ വിൽക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ടോ? റോസപ്പൂവ്, റോസയുണ്ട്. അതുപോലെ ചെമ്പരത്തി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. കൂട്ടത്തിൽ ഇതിൻ്റെ അകത്ത് ഭക്ഷണം വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. ചെറിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ, എന്താ പറയുക, പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാം ഇവിടെ. ഈ ചന്തയിൽ ഇങ്ങനെ നിറയെ ആര്യവേപ്പ് മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട്. ഇപ്പോൾ എത്ര നല്ല ചൂടാണെന്നുണ്ടെങ്കിലും ആ തണലിൽ കൂടെ നടക്കാം കേട്ടോ. ഒരു മഴ സീസണൊക്കെ ആരംഭിച്ചുകൊണ്ട് തന്നെ ഒരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ തമിഴ്നാട്ടിലെ പ്രായഭേദമന്യേ കൂടുതൽ പേരിങ്ങനെ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ വലിയ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ചെറിയ കച്ചവടങ്ങളാണ് ഈ വഴി അരിയിലും അതുപോലെ ഇങ്ങനെയുള്ള ചന്തകളിലൊക്കെ ആ ഒരു പ്രായമൊന്നും കണക്കാക്കാതെ വന്നിരുന്ന് സാധനങ്ങളൊക്കെ വിൽക്കുന്നവരുണ്ട്. അങ്ങനെ വെറുതെ ഇരിക്കുന്നവരൊക്കെ വളരെ കുറവാണ് കേട്ടോ. കൂടുതൽ ഇങ്ങനെ കച്ചവടം കൃഷി അതൊക്കെയാണ് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത്. ഈ കടയിൽ വിൽക്കുന്ന സാധനങ്ങൾ നോക്കി, ഇതൊക്കെ 5 രൂപ തുടങ്ങി 20 രൂപ വരെയുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. അത് നോക്കി, ചെറിയ പാത്രങ്ങൾ, ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ശരിക്കും? ഇത് കണ്ടോ, എല്ലാത്തിൻ്റെ മിനിയേച്ചർ രൂപങ്ങളാണ്. ഈ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണോ? അത് വലിയ പാത്രങ്ങളുണ്ട്. ഇതൊക്കെ വളരെ ചെറുത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പണ്ട് നമ്മൾ ഈ ഓഫീസുകളിലൊക്കെ ചോറ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ചോറും തട്ടായിട്ട് കറികളൊക്കെ വെച്ച് അതിൻ്റെ ഒരു വളരെ ചെറിയ രൂപ. അത് കണ്ടില്ലേ, 5 രൂപ പാത്രങ്ങളൊക്കെ ഇതാണ്. ഈ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ അത് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ കറി, അച്ചാറൊക്കെ തൊട്ട് കൂട്ടാനായിട്ടുള്ള അങ്ങനെ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാണ്ട്. കണ്ടത്
തൂക്കുപാത്രമില്ല കറിയൊക്കെ കൊടുക്കണേ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന എല്ലാ കടകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. ചെറിയ ടിന്നുകൾ, ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ, ബോക്സുകൾ, ബക്കറ്റ്, പ്ലാസ്റ്റിക് കുടം, അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കൂടുതലുള്ളത്. പൂജാ സാധനങ്ങൾ വിൽക്കുന്നൊരു കട, സാമ്പ്രാണി, കർപ്പൂരം, അതുപോലെ തന്നെ വിളക്കെണ്ണ, വിളക്കിൻ്റെ തിരി. ഈ അത്തറിൻ്റെ സുഗന്ധമാണ് എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചത് കേട്ടോ. ഇവിടെ നമുക്ക് അത്തർ വിൽക്കുന്നൊരിക്കേനെ കാണാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത്തർ മാത്രമല്ല, സ്പ്രേ, പെർഫ്യൂം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. ഈ പുക അടിപ്പിക്കണുണ്ടോ, ഇത് ദൃഷ്ടി പതിയായിരിക്കാനായിട്ട് ഈ കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പുക അടിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ട്രിച്ച് യാത്രയിൽ കണ്ടായിരുന്നല്ലോ. അപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ചന്തകളിലെ ഇവർ സാധനം വാങ്ങിക്കാനായിട്ട് വരുന്നത് വലിയൊരു ബിഗ് ഷോപ്പറൊക്കെ തൂക്കി പിടിച്ചിട്ടോ. ഇവിടുന്ന് സാധനങ്ങളൊക്കെ അവർ കൂട്ടിലൊന്നും പ്ലാസ്റ്റിക് കവറിലൊന്നും ഇട്ട് കൊടുക്കുകയൊന്നുമില്ല. നമ്മൾ ബിഗ് ഷോപ്പർ പോലെയുള്ള സഞ്ചികളൊക്കെ കൊണ്ടുവരണം. അതങ്ങനെ വാങ്ങി സാധനങ്ങളെല്ലാം വാങ്ങി ആ ഒരു ബിഗ് ഷോപ്പർ മൊത്തം നിറച്ചിട്ടാണ് അവർ ഇവിടുന്ന് പോവുള്ളൂ. എന്തായാലും അത് നല്ല കാര്യമാണ്. കേരളത്തിൽ പണ്ട് നമ്മൾ ചന്തകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് അങ്ങനെ ആയിരുന്നില്ലേ, സഞ്ചികളിലൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സഞ്ചിയൊക്കെ തൂക്കി പിടിച്ച് ചന്തയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവായിരിക്കും അല്ലേ. നമുക്ക് എന്തോ ഒരു കുറച്ചിലൊക്കെ പോലെയാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ പണ്ട് ഇറച്ചി, മീനൊക്കെ വാങ്ങിക്കുന്നത് പൊതിഞ്ഞ് തരുന്നത് തേക്കിൻ്റെ ഇലയിലായിരുന്നു. അത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ മീൻകാരൻ വരുവാണെന്നുണ്ടെങ്കിൽ മീൻകാരൻ്റെ കയ്യിൽ കുറേ തേക്കിലകൾ കാണും, അതിലിങ്ങനെ പൊതിഞ്ഞ് തരും കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് എന്തിനും പ്ലാസ്റ്റിക് കവറുകൾ വേണമല്ലോ. എന്തോരം പുൽപ്പായ ഇരിക്കണേന്ന് നോക്കിയേ. അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്, ഇങ്ങനെയുള്ള കളർഫുള്ളായിട്ടുള്ളതുണ്ട്. ഇതൊരു 250 രൂപ മുതലാണ് ഇതിൻ്റെ ഒരു പ്രൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ട് ആ പുല്ലിൻ്റെ. നല്ല രസമല്ലേ ആ സൗണ്ട് കേൾക്കാൻ. ഇവിടെ ഇങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ. ഈ തുണികളൊക്കെ വിൽക്കുന്നത്, തോർത്ത്, പിന്നെ അതെ ചെറിയ കിടക്ക, തലയണ, അണ്ടർ ഗാർമെൻറ്റ്സ്, ഷോർട്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഞാൻ ചന്തയുടെ വെളിയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണേ. നമ്മൾ ആ ചന്തയ്ക്കകത്തുള്ള പോലെ തന്നെ ഒരുപാട് കടകൾ ഈ വെളിയിൽ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ കാണുന്ന കടകളെല്ലാം തന്നെ ഈ അക്വേറിയം വിൽക്കാനായിട്ട്, അക്വേറിയം, അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങളും അക്വേറിയത്തിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ല, അത് അലങ്കരിക്കാനായിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടുള്ള കടകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വഴിയരികിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആളുകളും ഉണ്ടെന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് ഈ ഗ്രാമത്തിൽ നടക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലൊരു പ്രാധാന്യമാണ് ഈ ഒരു ചന്ത വഴി നൽകുന്നത്. ഒരുപാട് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഇത്രയും വലിയൊരു ചന്ത അല്ലേ എന്നാലോചിക്കുക. ഒരു ഗ്രാമത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇതൊരു ഉള്ളേരിയ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ചന്തയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ ചന്തയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. പിന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എല്ലാവർക്കും വരാനും സൗകര്യമാണല്ലോ. ചേട്ടൻ മലയാളിയാണോ? അറിയാം അല്ലേ. കേരളത്തിൽ വന്നിട്ടുണ്ടോ വിൽക്കാനായിട്ട്? കോഴിക്കോട് നിന്ന് എടുക്കണേ. ഈ കാണുന്ന ഷൂ ഒക്കെയാ? അപ്പം ചേട്ടന്റെ പേരെന്താ? ജാഫർ ഹുസൈൻ. അപ്പം ഇതെല്ലാം കോഴിക്കോട് നിന്ന് എടുക്കുന്നതാണോ? എന്താ കോഴിക്കോട് നിന്ന് എടുക്കാൻ കാരണം? ഇവിടെ വില കുറവാണോ അവിടെ? അതെ അല്ലേ. ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറച്ച് കിട്ടുമോ? ഈ ചെരുപ്പുകൾ അല്ലേ? അപ്പൊ ഇത് ചേട്ടന്റെ കടയാണ്. ഇവിടെ വിൽക്കുന്നത് ചെരുപ്പുകളാണ് കേട്ടോ. ചെരുപ്പുകളും ഷൂവും അങ്ങനെ എല്ലാം ഉണ്ട്. ബ്രാൻഡഡ് ആണോ? ഈ ബ്രാൻഡഡ് ചെരുപ്പുകൾക്ക് എന്നാ വില തുടങ്ങണേ? 150. എല്ലാം 150 ആണ് ഇവിടെ. അതെ അല്ലേ. ഇവിടെ ജെൻസിന്റെ ഉണ്ട്, ലേഡീസിന്റെ ഒക്കെ ചെരുപ്പുകൾ കാണാം നമുക്കിവിടെ. അതുപോലെ ഷൂകളുണ്ട്. ഷൂ ഒക്കെ എങ്ങനെയാ? ഷൂ അതെയോ? ഇതൊക്കെ നമുക്കൊക്കെ മുതിർന്നവർക്ക് ഒക്കെ ഇടാനായിട്ടുള്ള ഈ ബ്രാൻഡഡ് സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ കോപ്പി ഐറ്റംസ് ആണേ. പല മോഡലുകളുണ്ട്. ഇതേത് കമ്പനി? ഇത് നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ. ഒഡീസി കേട്ടിട്ടുണ്ട്. ഇത് സ്കൂൾ ഷൂസ് ആണ്. ഇതിനൊക്കെ 100 രൂപ കേട്ടോ. എല്ലാം 100 രൂപ. കുട്ടികളുടെ സ്കൂൾ ഷൂസ്. ഒഡീസിയുടെ ചെരുപ്പ് ലേഡീസിൻ്റെ എന്നാ വില? 150 അല്ലേ? അത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ പോയി എടുക്കണേ? തീരുമ്പം പോയി എടുക്കുവോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം? എങ്ങനെയുണ്ട് നമ്മുടെ മലയാളികൾ വരുന്നുണ്ട് ഇവിടെ മേടിക്കാൻ? ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കളിപ്പാട്ടക്കടകൾ അത് നമുക്ക് ഈ മാർക്കറ്റിന്റെ പല സ്ഥലത്തായിട്ട് നമുക്ക് ഒരുപാട് കളിപ്പാട്ടക്കടകൾ കാണാം കേട്ടോ. പിള്ളേർക്കതെ
വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞ് വാശിപ്പെടുകയാണ്. ഞാൻ രാവിലെ ഇവിടെ വന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട് ഇപ്പം എന്നാ തിരക്കാന്നൊക്കെ നമ്മൾ വലിയൊരു സിറ്റിയിലേക്ക് ചെല്ലുന്ന ആ ഒരു ഫീൽ, ഈ ഒരു ഗ്രാമം ഒരു സിറ്റി ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. വാഹനത്തിരക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇവിടെ മൊത്തം ബ്ലോക്കായി. എന്തായാലും ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ ഈ തിരക്ക്, ഈ റോഡിലൊക്കെ തിരക്ക് കണ്ടില്ലേ. അല്ലാത്ത സാധാരണ ഒരു ദിവസം ഭയങ്കര ഫ്രീ ആയിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് നടന്ന് ഇന്നലെ പോയ പൊന്മലൈപ്പട്ടി എന്ന ഗ്രാമത്തിലേക്കാണ് ചെല്ലേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് ട്രിച്ചിയിലേക്ക് ബസ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൊന്മലയിൽ നിന്നും പൊന്മലൈപ്പട്ടി എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പൊന്മലൈപ്പട്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടായിരുന്നു പൊന്മലയ്ക്ക് പോയത്. അപ്പോൾ ഇവിടുന്ന് ബസ് പിടിച്ച് ട്രിച്ചി പോകണം. ട്രിച്ചിയിൽ നിന്നാണ് നാട്ടിലേക്കുള്ള ബസ്. നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ട്രിച്ചിയിലേക്ക് ബസ് കിട്ടേ. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നേ ഉള്ളൂ. ഇവിടുന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പൊന്മലയ്ക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചതാണ്. അതുകൊണ്ട് അധികം കാഴ്ചകളിലേക്ക് ഇനി പോകുന്നില്ല. നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളും വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.